കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 4ാമത് എഡിഷൻ സമാപിച്ചു. 4 ദിവസമായി 5 വേദികളിൽ വിവിധ സെഷനുകളിൽ ചർച്ചകളും സംവാദങ്ങളുമാണ് നടന്നത്. സാംസ്കാരിക, സിനിമ, മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖർ KLF വേദിയിൽ ഇത്തവണയും സംഗമിച്ചു. ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു 4 ദിവസം കോഴിക്കോട് കടപ്പുറം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായെത്തിയ പ്രമുഖരുടെ പങ്കാളിത്തം KLFനെ ശ്രദ്ധേയമാക്കി. കാണികളുടെ സജീവ സാന്നിധ്യവും ഇടപെടലും എടുത്തു പറയേണ്ടതു തന്നെ. ട്രാക്കിംഗ് ഇന്ത്യ ഇൻ മോഡി ഇറ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ വിമർശിച്ചും പരിഹസിച്ചും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി സംസാരിച്ചു. In being seen with cinema stars, because the video will go viral. Maybe if he's seen with 15 farmers, nobody will see it. So I think we are all responsible in a way. We are also allowing our leaders to sort of live in this little bubble of theirs. We don't, as citizens, hold our leaders accountable enough, in my view. അവസാന ദിവസം ബഹിരാകാശ ശാസ്ത്രം, കേരളം, മീശയ്ക്ക് ശേഷം മുലച്ചിപ്പറമ്പ് മുതൽ ശബരിമല വരെ അകറ്റി നിർത്തിയവരുടെ അവകാശങ്ങൾ, കാഴ്ചയെ സെൻസർ ചെയ്യുമ്പോൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കവി K. സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ ഡയറക്ടറായ സമിതിയാണ് KLF സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അഗസ്ത്യാർകൂട യാത്ര ഇന്ന് ആരംഭിക്കും. വനിതകൾക്കും ട്രക്കിംഗ് അനുവദിച്ച ആദ്യത്തെ യാത്രയാണ് ഇത്. 47 ദിവസത്തെ യാത്രയ്ക്കായി 4700 പേരാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 100 പേർ വനിതകളാണ്. വനിതകളെ തടയുമെന്ന് കാണിക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വനിതകൾക്ക് അഗസ്ത്യാർകൂട യാത്രയ്ക്ക് അനുമതി നൽകിയ ആദ്യ വനയാത്ര എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ യാത്രയ്ക്കുള്ളത്. 47 ദിവസത്തെ യാത്രയ്ക്കായി 4700ഓളം പേരാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 100ഓളം പേർ വനിതകളാണ്. വനിതകളെ തടയും എന്ന് കാണിക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രികർ രാവിലെ 7 മണിയോടുകൂടി ബോണക്കാട് എസ്റ്റേറ്റിനടുത്തുള്ള പിക്കപ്പ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പാസ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയും മറ്റു പരിശോധനകൾക്കും ശേഷം 20 പേരടങ്ങുന്ന 5 ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും യാത്രാനുമതി നൽകുക. 8:30 ആദ്യ സംഘം യാത്ര തിരിക്കും. ഓരോ സംഘത്തിലും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഗൈഡുമാരുണ്ടാവും. ബോണക്കാടും അതിരുമല ബേസ് ക്യാമ്പിലും ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. വനിതാ ഗാർഡുമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. മല കയറുന്നവർക്കായി അപകട ഇൻഷുറൻസും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അഗസ്ത്യാർകൂട യാത്രയ്ക്ക് സ്ത്രീകളെ അനുവദിക്കരുതെന്നാണ് കാണിക്കാരുടെ ആവശ്യം. വനിതകളെ തടയും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് ഇത്തവണത്തെ അഗസ്ത്യാർകൂട സന്ദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭിമന്യുവിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വട്ടവടയിൽ നടക്കുന്ന ചടങ്ങിൽ പാർട്ടി സമാഹരിച്ച ധനസഹായവും മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറും. മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ SDPI പ്രവർത്തകർ ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു. ജൂലൈ 2-നാണ് കേരളത്തെ ഞെട്ടിച്ച അരുംകൊല നടന്നത്. അഭിമന്യുവിന്റെ വിയോഗത്തെ തുടർന്ന് ഈ കുടുംബത്തെ CPIM ഏറ്റെടുത്തു. സഹോദരന് ജോലി നൽകിയതിനൊപ്പം സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുത്തതും പാർട്ടിയാണ്. ഇതിന്റെ തുടർച്ചയായാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പ് റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ 1.5 സെന്റ് സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. വീടിന്റെ താക്കോൽദാനവും പാർട്ടി സമാഹരിച്ച സഹായനിധിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ ഓർമ്മയ്ക്കായി വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി MM മണി, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA S രാജേന്ദ്രൻ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരളത്തിലെ പട്ടികവർഗക്കാർക്കായുള്ള 36ാമത് തലക്കൽ ചന്തു സ്മാരക റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള അമ്പെയ്ത്ത് മത്സരങ്ങൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മുഖത്ത് സ്വതന്ത്ര ഇന്ത്യക്കായി പടപൊരുതിയ വയനാട്ടിലെ കുറിച്യരുടെയും കുറുമരുടെയും പടനായകനായിരുന്ന തലക്കൽ ചന്തുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനും പട്ടികവർഗക്കാരുടെ പാരമ്പര്യ അമ്പെയ്ത്തിലുള്ള പ്രാവീണ്യം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കിഡാറ്റ്സ് വർഷം തോറും തലക്കൽ ചന്തു സ്മാരക അമ്പെയ്ത്ത് മത്സരങ്ങൾ നടത്തുന്നത്. റോളിംഗ് ട്രോഫി തലക്കൽ ചന്തു സ്മാരക സ്കൂൾ ഓഫ് ആർച്ചറി ടീമും വനിതാ വിഭാഗത്തിൽ അർജുൻ ആനേരി ടീമും കരസ്ഥമാക്കി.
ബ്രിട്ടീഷ് ഭരണത്തോട് പടപൊരുതിയ വയനാടൻ മലനിരകളിലെ വില്ലാളി വീരന്മാരായ കുറിച്യരുടെയും കുറുമരുടെയും പടനായകനായിരുന്നു തലയ്ക്കൽ ചന്തു. പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർതർ വെല്ലസ്ലിയോട് പടപൊരുതിയ പഴശ്ശിരാജാവിന്റെ സേനാനായകരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ വീരപരാക്രമങ്ങളെക്കുറിച്ച് വായ്മൊഴികളായി കേട്ടുവരുന്ന കഥകളല്ലാതെ മറ്റ് എടുത്തു പറയത്തക്ക സ്മാരകങ്ങളൊന്നും തന്നെ മുൻപ് ഉണ്ടായിരുന്നില്ല. 1981-82 തലയ്ക്കൽ ചന്തുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായും പട്ടികവർഗക്കാരുടെ അമ്പയത്തിലുള്ള പ്രാവീണ്യം പരിപോഷിപ്പിക്കുന്നതിനുമായാണ് കീർത്താഡ്സ് തലയ്ക്കൽ ചന്തു സ്മാരക റോളിംഗ് ട്രോഫി സംഘടിപ്പിച്ചു വരുന്നത്. ഈ വർഷത്തെ അമ്പെയ്ത്ത് മത്സരത്തിൽ ആകെ 30 ടീമുകളാണ് പങ്കെടുത്തത്. ടീം അംഗങ്ങളിൽ ഭൂരിപക്ഷവും വയനാട് ജില്ലയിലെ കുറിച്യ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും പരിശീലനത്തിലുള്ള പരാധീനതകളും ഇന്നും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധി തന്നെയാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പ്ലേയേഴ്സൊക്കെ നാഷണലിൽ കളിച്ച പ്ലേയേഴ്സാണ്. ഇപ്പോൾ കൂടുതൽ ആനുകൂല്യം കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ മോഡേൺ എക്യുപ്മെന്റിന്റെ ആവശ്യമുണ്ട്. എനിക്കുണ്ട്, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനൊന്നുമില്ല. അവർക്കും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ടീമിൽ ഞങ്ങൾക്ക് നല്ല സ്കോർ അടിച്ചിട്ട് ഒന്നിച്ച് ടീം അടിച്ച് ഇന്റർനാഷണൽ പോകാൻ നിൽക്കാണ് പ്ലാൻ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇന്ത്യ റൗണ്ടിൽ ഷൂട്ട് ചെയ്തു. റിസർവ് ടീമുകൾ പാലക്കാട് ജില്ലയിലെ ഇരുള സമുദായത്തിൽപ്പെട്ടവരും ഇടുക്കി ജില്ലയിലെ മലയേറിയ സമുദായത്തിൽപ്പെട്ടവരും വയനാട് ജില്ലയിലെ വയനാട് കാടർ സമുദായത്തിൽപ്പെട്ടവരുമാണ്. കീർത്താഡ്സിന്റെ വർഷം തോറുമുള്ള പ്രാദേശിക ജില്ലാതല മത്സരങ്ങൾ, നാഷണൽ ഗെയിംസ്, ജൂനിയർ നാഷണൽ ആർച്ചറി എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അഭ്യാസികളാണ് കോഴിക്കോട് അസ്ത്രാഭ്യാസ പ്രാവീണ്യം കാഴ്ചവെക്കാൻ എത്തിയത്. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ അമ്പുകൾ കൊണ്ട് എതിരിട്ടവർ. അവർ മുന്നേറുകയാണ്. ഇനിയും ഒളിമ്പിക്സിലടക്കം പങ്കെടുക്കണമെന്ന ആഗ്രഹങ്ങളുമായി. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന അന്യോന്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയാണ് ചന്ദ്രശേഖരനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ D ബാബു പോൾ, KM റോയ് എന്നിവർ ഉൾപ്പെട്ട ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണന് മാധ്യമരത്നം അവാർഡ്, ജോസി ജോസഫിന് മാധ്യമശ്രീ പുരസ്കാരം ഉൾപ്പെടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മലയാളക്കരയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. പ്രവാസികളുടെ വിജ്ഞാനവും മികവും കേരള വികസനത്തിന് ഉപയോഗിക്കാനാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് പ്രവാസികൾക്ക് പ്രാതിനിധ്യ സ്വഭാവമുള്ള വേദിയായ ലോക കേരള സഭ രൂപം നൽകിയത്. ഏതെങ്കിലും രംഗത്ത് പ്രാവീണ്യമുള്ളവർ വികസന രംഗത്ത് അവരുടെ അഭിപ്രായം സർക്കാരിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ പ്രോജക്ട് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സാങ്കേതിക മികവും കേരളത്തിന്റെ ഇനിയുള്ള കാലത്തെ വികസനത്തിന് ഉപയോഗിക്കാനാകണം എന്നുമാണ് സർക്കാർ കാണുന്നത്. പ്രാവീണ്യമുള്ള ആളുകൾ ഗവൺമെന്റ് അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള പ്രസ് രംഗം അവരവരുടെ അഭിപ്രായം ഗവൺമെന്റിനെ അറിയിക്കാനും സന്നദ്ധരാകും. ചില രംഗങ്ങളിൽ പ്രായോഗികമായ പങ്കാളിത്തത്തിലൂടെ പ്രവാസികളുടെ വിജ്ഞാനവും സാങ്കേതിക പരിജ്ഞാനവും കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാമെന്നാണ് സർക്കാർ കാണുന്നത്. സിഖ് വിരുദ്ധ കലാപക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സജ്ജൻ കുമാറിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഇരകളുടെ കുടുംബം സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. 1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17 ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. സജ്ജൻ കുമാറിനോട് ഡിസംബർ 31 കീഴടങ്ങാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കീഴടങ്ങിയ സജ്ജൻ കുമാർ ഇപ്പോൾ ദില്ലി ബോർഡറിലുള്ള മണ്ഡോലി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. 2013 ഏപ്രിലിൽ കർക്കടൂർ ജില്ലാ കോടതി സജ്ജൻ കുമാറിനെ വെറുതെ വിട്ടതിനെതിരെ CBI ദില്ലി ഹൈക്കോടതി സമർപ്പിച്ച അപ്പീലിലാണ് സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. രാജ്നഗറിലുള്ള ദില്ലി കന്റോൺമെന്റ് ഹൌസിലെ ഒരു കുടുംബത്തിലെ 5 പേരെ 1984 നവംബർ 1 കൊലപ്പെടുത്തിയതെന്നാണ് സജ്ജൻ കുമാറിനെതിരെയുള്ള കേസ്.
സംഭവം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കെതിരെ ആരോപണമുണ്ടായതെന്നും തന്റെ നിലവിലെ പ്രായം കോടതി കണക്കിലെടുക്കണമെന്നുമാണ് സജ്ജൻകുമാറിന്റെ വാദം. ഡിസംബർ 31-നകം കീഴടങ്ങണമെന്ന കോടതി വിധി 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സജ്ജൻകുമാർ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അപ്പീൽ തള്ളിയിരുന്നു. ഡിസംബറിൽ സുപ്രീം കോടതി അവധിയിലായതിനാലാണ് സജ്ജൻകുമാർ സമയം നീട്ടി ചോദിച്ചിരുന്നത്. അതേസമയം കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്ററെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെയും കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി സംഘപരിവാർ നിലപാട് സ്വീകരിച്ച പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് ചർച്ചയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ശക്തമായ എതിർപ്പുമായാണ് ആന്റണി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ സംഘപരിവാർ സമാന നിലപാട് AK ആന്റണി സ്വീകരിച്ചതോടെ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയാണ് മറനീക്കി പുറത്തുവരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ത്രീപ്രവേശന വിഷയം സ്വാഗതം ചെയ്യുമ്പോഴാണ് സുപ്രീംകോടതിയുടെ ചരിത്രവിധി കേരളത്തിലെ സംഘപരിവാറിനായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി തള്ളിപ്പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. സ്ത്രീക്ക് തുല്യ അവകാശമെന്ന കേന്ദ്ര നിലപാട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ ഇവർ ഇതുവരെ വിമർശിക്കാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടുമില്ല. എന്നാൽ ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ സംഘപരിവാറിന്റെ അക്രമങ്ങളെ തലോടുക മാത്രമാണ് ഇരുവരും ഇതുവരെ ചെയ്തു വന്നത്. ഈ ഘട്ടത്തിലാണ് ഇവരെ മറികടന്നുള്ള AK ആന്റണിയുടെ കോടതി വിധി വിരുദ്ധ നിലപാട്. കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാവ് ദേശീയ തലത്തിൽ ഒരഭിപ്രായവും സംസ്ഥാനത്തിലെത്തുമ്പോൾ മറിച്ചുള്ള അഭിപ്രായവും നടത്തുന്നത് ശരിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ വരുമ്പോൾ ഒരു നിലപാടും ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ വേറൊരു നിലപാടും പറയുന്നത് ഒരു ദേശീയ നേതാവിന് ചേരുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് സാധാരണ കോൺഗ്രസുകാർ ആശങ്കയോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത ഘട്ടത്തിൽ ആന്റണി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയമായും നിയമപരമായും ശരിയല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AK ആന്റണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് നിയമപരമായും ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല, നിയമപരമായും ശരിയല്ല. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി മകരജ്യോതി ദർശിക്കാൻ ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിലുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധർ തത്സമയം ചേരുന്നുണ്ട്. റിനു, അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഭക്തജനങ്ങൾക്ക് ഇത് മകരജ്യോതി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ ഇതിനോടകമായിട്ടുണ്ടോ? ഇന്നാണ് മകരവിളക്ക് ഉത്സവം നടക്കുന്നത്. മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ ഉണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ റിനു ശ്രീധർ സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. റിനു, ഈ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സ്ഥലം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആനന്ദ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് ഒക്കെ തന്നെ അവലോകന യോഗം ചേർന്നുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു സുപ്രഭാതമാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. സന്നിധാനത്തിൻ്റെ ക്ഷേത്ര ചുറ്റമ്പലമൊക്കെ തന്നെ പുഷ്പങ്ങളാൽ അലങ്കൃതമാണ്. വലിയ മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മകരവിളക്കിനെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരൊക്കെ തന്നെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ചിത്രത്തിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ. നല്ല മനോഹരമായ ഒരു സുപ്രഭാതം, നല്ലൊരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഒപ്പം വലിയ തിരക്കുമുണ്ട്. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഫ്ലൈ ഓവറുകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. ഒപ്പം നടപ്പന്തലിലൊക്കെ തന്നെ കൃത്യമായി പോലീസ് ക്രമീകരിച്ചുകൊണ്ട് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഇത്തരം ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല.
ഫ്ലൈ ഓവറൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞു അയ്യപ്പ ഭക്തന്മാർ തിങ്ങിഞ്ഞെരുങ്ങി അയ്യപ്പ സന്നിധിയിലേക്ക് സോപാനത്തിലേക്ക് എത്തി ദർശനം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇവരെ ഇവിടേക്ക് എത്തിച്ച് സുഖദർശനം നടത്തി മടക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസും തയ്യാറെടുക്കുന്നുണ്ട്, പോലീസും ക്രമീകരിക്കുന്നുണ്ട്. ഒപ്പം തണ്ടർബോൾട്ടും ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ IG പറഞ്ഞത്, സന്നിധാനത്തിന് ചുമതലയുള്ള IG പറഞ്ഞത് 2000-ലധികം പോലീസുകാരാണ് സന്നിധാനത്ത് മാത്രം നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് പർണശാല കെട്ടി വിരിവെച്ചിരിക്കുന്ന നിരവധി അയ്യപ്പ ഭക്തരെയാണ് നമുക്ക് സന്നിധാനത്തിന്റെ വിവിധ കാനന പാതകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം 1,300,000-ലധികം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് വിരിവെച്ച് മാത്രം ഇരിക്കുന്നത് എന്നുള്ളൊരു കൃത്യമായ കണക്കാണ്. പമ്പയിൽ കൂടി എത്തിയവരുടെ കണക്കാണിത്. ഈ ഇന്നലെയും മിനിയാന്നു മുതലേ ഇത്തരത്തിൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് എത്തി തമ്പടിച്ചിരിക്കുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരോടൊപ്പം അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി മകരവിളക്ക്, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടി എല്ലാ സർവ്വ സന്നാഹങ്ങളും സാന്നിധ്യവും അറിയിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ ഉണ്ട് എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി ലാഹയിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടുകൂടി എത്തും. അതിനുശേഷമായിരിക്കും ദീപാരാധന 6:30 ദീപാരാധനയ്ക്ക് ശേഷം 6:45 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. 3 വട്ടമാണ് മകരജ്യോതി തെളിയുക. അതിന് തൊട്ടു മുമ്പായി തന്നെ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തി നിർഭരമായ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായൊരു കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം എല്ലാ ദിവസത്തേക്കാൾ വലിയ ഒരു തിരക്ക്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള അയ്യപ്പ ഭക്തരായിരിക്കും സന്നിധാനത്തേക്ക് തമ്പടിച്ചിരിക്കുക എന്നുള്ളത്. വന്നു പോകുന്നവരുടെ കണക്കല്ല, കൃത്യമായി മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി തമ്പടിച്ചിരിക്കുന്നവരുടെ ഒരു എണ്ണമാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ വർഷവും അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ്. അതേ സാഹചര്യം തന്നെയായിരിക്കും ഇപ്പോഴും. അത് അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, സുരക്ഷാ സംവിധാനങ്ങളും അവരുടെ മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ തന്നെയായാലും അന്നദാനവും ഒക്കെ തന്നെയായാലും എല്ലാ രീതിയിലും ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ. ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നിരീക്ഷണ സമിതി, ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി അംഗങ്ങൾ ജസ്റ്റിസ് PR രാമൻ, അതുപോലെ തന്നെ സിരിജകൻ, ഹേമേന്ദ്രൻ IPS ഒക്കെ തന്നെ സന്നിധാനത്തുണ്ട്. അവർ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തിക്കൊണ്ട് തൃപ്തി അറിയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം ഇവർക്ക് വേണ്ടുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്നുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ നന്നായി തന്നെ ദേവസ്വം ബോർഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ തൃപ്തരാണ് എന്നുള്ളൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ നിരീക്ഷണ സമിതി അംഗങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ബൽറാം ഉപാധ്യായ IG-യുടെ നേതൃത്വത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം പോലീസുകാർ സന്നിധാനത്തുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് 18-ാം പടി ചവിട്ടി കരിമലയും നീലിമലയും താണ്ടി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൃത്യമായി തന്നെ സന്നിധാനത്ത് ഒരുക്കുന്നുണ്ട്. വിവിധ സുരക്ഷാ ക്രമീകരണങ്ങളാണ്, CCTV-കൾ ഉൾപ്പെടെയുള്ള. നമുക്കറിയാം ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കേണ്ട കാര്യമുണ്ട്. അത്തരത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടുന്ന സുരക്ഷ, ഒപ്പം സന്നിധാനത്തും നിലവിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ക്രിയാത്മകമായി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ക്രമീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നലെ IG മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അത്തരയ്ക്കും ഒരു പ്രശ്നങ്ങളോ ഒരു പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ക്രമീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം വെച്ചു. ഇത്തരത്തിലാണ് സന്നിധാനത്തെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം ഞാൻ നേരത്തെ ബുള്ളറ്റിനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മാധ്യമ സംഘം തന്നെ സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം സന്നിധാനത്തും പമ്പയിലുമായി 300-ലധികം മാധ്യമ പ്രവർത്തകരാണ് സന്നിധാനത്തെ മകരവിളക്ക് ഉത്സവം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയൊരു മാധ്യമ സംഘം തന്നെ സന്നിധാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ സമാധാനപരമായ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ഒരു ഭക്തി നിർഭരമായ കാഴ്ച തന്നെയാണ് ആനന്ദ് കാണാനുള്ളത്.
റിനു വ്യക്തമാണ്. റിനു ശ്രീധറാണ് സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും മകരജ്യോതി ദർശിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തും ശബരിമലയിലുമായി തമ്പടിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6-നും 6:45-നും ഇടയിലാണ് മകരജ്യോതി തെളിയുക. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് റിനു വിവരങ്ങൾ നൽകുന്നത്. ഒരിടവേള. പട്ടികവർഗ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് മന്ത്രി എ.കെ. ബാലൻ. ആദിവാസി യുവജനങ്ങൾക്ക് അധ്യാപകരായി നിയമനം നൽകുന്ന ഗോത്രബന്ധു പദ്ധതിയും തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം നൽകുന്ന ഗോത്ര ജീവിക പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ.കെ. ബാലൻ. തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുന്നതോടൊപ്പം പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്കൂളുകളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക, സ്കൂൾ പ്രവേശനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. മതിയായ യോഗ്യതയുള്ള പട്ടികവർഗ യുവതി യുവാക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോത്രഭാഷ പഠന സഹായ അധ്യാപകരായി നിയമിച്ച് ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയാണ് ഗോത്രബന്ധു പദ്ധതിയുടെ ലക്ഷ്യം. 21 എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലായാണ് പട്ടികവർഗ വിഭാഗത്തിലെ അധ്യാപകരായി നിയമിക്കുന്നത്. ഗോത്രജീവിക പദ്ധതിയിലൂടെ ആദിവാസി മേഖലയിൽ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. പട്ടികവർഗ മേഖലയിൽ ഗോത്രഭാഷ അറിയാവുന്ന ETC പാസ്സായ ENT പാസ്സായ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക. ഒരൊറ്റ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ENT പാസ്സായ ETC പാസ്സായ ആളായാലും പ്രധാനം തൊഴിലില്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഗോത്രജീവിക പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് പരിശീലനം നേടിയ 1770 പേരെ സംഘടിപ്പിച്ച് സ്വാശ്രയ സംഘം രൂപീകരിച്ച് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തും. പരിശീലനം ലഭിച്ചവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. വിദഗ്ധ പരിശീലനം ലഭിച്ച 1400ഓളം പേർക്ക് വിദേശത്ത് ജോലി ഉറപ്പും വരുത്തിയിട്ടുണ്ട്. കോട്ടത്തറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർക്കുള്ള ലയൺ എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. സംഗീതരംഗത്ത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും, ആരോഗ്യരംഗത്ത് ഡോക്ടർ Y.A. നാസറും, വ്യാവസായിക രംഗത്ത് ജ്യോതിഷ് കുമാറും, നിയമരംഗത്ത് അഡ്വക്കേറ്റ് ജയചന്ദ്രനും, സാമൂഹ്യ സേവന രംഗത്ത് ഡോക്ടർ രാധാകൃഷ്ണനും അവാർഡുകൾ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ ജി കൊട്ടറ, കെ സുരേഷ്, A.G. രാജേന്ദ്രൻ, വി പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇടവേള. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി BJP നേതാവ് കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന കോടതി വിലക്കിനെ പിൻവലിക്കണം എന്നാണ് ഹർജിയുടെ ആവശ്യം. മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കുന്നതിനെന്ന പേരിൽ ജാമ്യ ഉപാധിയിൽ ഇളവ് തേടിയ സുരേന്ദ്രനെ കോടതി വിമർശിച്ചിരുന്നു. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നുമായിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ചോദ്യം. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസും കോടതിയെ അറിയിച്ചു. ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് ഇന്നറിയിക്കും.